ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞരിൽ ഒരാളും ലോകത്തിലെ തന്നെ ഏറ്റവും ക്വാളിഫൈഡ് പ്രൈം മിനിസ്റ്റർ എന്ന് വിളിക്കാൻ കഴിയുന്ന വ്യക്തിയും ലോകാരാധനായ ഇന്റലക്ച്വലും അല്ലെങ്കിൽ ഇക്കണോമിക് രംഗത്തെ വലിയൊരു ഇന്റലക്ച്വലും അതികായനും നമ്മുടെ മുൻ പ്രധാനമന്ത്രിയുമായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് നമ്മളെ വിട്ടുപിരിഞ്ഞു. ഞാനിപ്പോൾ ഡൽഹിയിലാണ്. അദ്ദേഹത്തിൻ്റെ ഇന്ന് വലിയ പ്രൊസഷനൊക്കെയാണ് ഡൽഹിയിൽ നടക്കുന്നത്. ഒരു ടെക്നോക്രാറ്റായ ഈ രാജ്യം ഏറ്റവും ആദരിക്കുന്ന പ്രധാനമന്ത്രിമാരിൽ ഒരാളായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. അത് നിഷ്പക്ഷമായ വിലയിരുത്തും. അദ്ദേഹത്തിന്റെ പോസിറ്റീവ്സ് ആയിട്ടും നെഗറ്റീവ്സോ അല്ലെങ്കിൽ ചില ഏരിയാസിലെ ദൗർബല്യങ്ങളോ അങ്ങനെ തന്നെ പറയുകയും ചെയ്തു. നമുക്ക് ആദ്യം അദ്ദേഹം ചെയ്ത ഏറ്റവും നല്ല കാര്യം എന്താണ്? ഞാനും നിങ്ങളും യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയുന്നതോ ഇന്ത്യയിലെ ഡിജിറ്റൽ റവല്യൂഷനോ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾക്ക് ഒക്കെ തുടക്കക്കാരൻ ശ്രീ മൻമോഹൻ സിംഗാണ്. പ്രധാനമന്ത്രി നരസിംഹറാവുവിന്റെ ഗവൺമെന്റ് 1991 സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് വേണ്ടിയാണ് മൻമോഹൻ സിംഗിനെ തിരഞ്ഞെടുക്കുന്നത്. മൻമോഹൻ സിംഗിനെ PC അലക്സാണ്ടർ ആണ് വിളിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പുകളിൽ, മൻമോഹൻ സിംഗിന്റെ പല ഓർമ്മക്കുറിപ്പുകളിലും മകൾ അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയ പുസ്തകത്തിലും ഒക്കെ പറയുന്നുണ്ട്. PC അലക്സാണ്ടർ എന്നൊരു കാര്യം പറയുന്നു: ഞങ്ങൾ ചില പരിഷ്കാരങ്ങൾ നിങ്ങളടക്കം കൊണ്ടുവരുന്ന സജഷൻസ് സ്വീകരിച്ച് കൊണ്ടുവരുന്നുണ്ട്. ഇത് പാളിപ്പോവുകയാണെങ്കിൽ ഇതിന്റെ പഴി നിങ്ങൾക്കും, ജയിച്ചാൽ ഞങ്ങൾ എല്ലാം അതിന്റെ ക്രെഡിറ്റ് എടുക്കുകയും ചെയ്യും. പക്ഷേ ഏത് പഴി കേൾക്കാനും മടിയില്ലാതെ ഡോക്ടർ മൻമോഹൻ സിംഗ് വളരെ ബോൾഡായി ആ ഒരു തീരുമാനമെടുത്തു. ഈ 90s കിഡ്സ് ആവുമ്പോൾ ഒരുപാട് നൊസ്റ്റാൾജിയ എനിക്കടക്കം ഒരുപാട് പേർക്കുണ്ട്. ഒരുപക്ഷെ ആ കാലഘട്ടത്തിലൂടെ ജീവിച്ചവർക്കറിയാം. ഇന്നത്തെ ഒരു ജനറേഷൻ പറഞ്ഞാൽ പോലും മനസ്സിലാവില്ല. ഒരാഴ്ച കാത്തിരുന്നാണ് ചിത്രഗീതവും ചിത്രഹാരവും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അന്ന് 7 മണിക്കാണ് പ്രധാനപ്പെട്ട ന്യൂസുകൾ സംഭവിക്കുന്നത്. ദൂരദർശൻ്റെ ഒരു ന്യൂസ് മാത്രം. ആൾക്കാർ അനങ്ങാതെ ഇങ്ങനെ സ്റ്റഡി ആയിരുന്നു ന്യൂസ് വായിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അന്ന് ഞായറാഴ്ചകളിലായിരുന്നു ഈ സിനിമ. 2 മണിക്ക് എന്തോ ഒരു സിനിമയുണ്ടായിരുന്നു. നമ്മുടെ DD1 DD മെട്രോ തുടങ്ങിയ കാലത്തെ സന്തോഷം എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. എന്തൊരു വലിയ ഒരു പുതിയ ചാനൽ TV വരുന്നു. കൂടുതൽ സമയം TV വെച്ചാൽ അതിൽ ഈ ഗ്രെയിൻസ് ആയിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ അടക്കം ജീവിതത്തിലുണ്ടായിരുന്നു. ഇതിനെല്ലാം മാറ്റം വന്നത് മൻമോഹൻ സിംഗിന്റെ ഉദാരവൽക്കരണ നയങ്ങളാണ്. LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ നയങ്ങളാണ്. അതിന് ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്, മറ്റൊരു വിഷയമാണ്. പക്ഷെ ഇന്ന് കോൺഗ്രസും BJPയും CPMും എല്ലാം എഗ്രി ചെയ്യുന്നത് കാലിബ്രേറ്റഡ് ഗ്ലോബലൈസേഷൻ, കാലിബ്രേറ്റഡ് ലിബറലൈസേഷൻ എന്നൊരു നയത്തിലാണ്. മറ്റൊരു വിഷയമായതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ ടെലിഫോൺ വിപ്ലവം വന്നതിൻ്റെ കാരണം, സ്വകാര്യ കമ്പനികൾ വന്നതിൻ്റെ കാരണം, കൂടുതൽ മാറ്റങ്ങൾ വന്നതിൻ്റെ കാരണം, ഗ്ലോബൽ എക്കോണമിയെ നമ്മളെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട കാരണമെല്ലാം ഡോക്ടർ മൻമോഹൻ സിംഗാണ്. ഈ രാജ്യത്തെ ഏറ്റവും അടിസ്ഥാനപരമായ പരിഷ്കാരങ്ങൾ ഒരു സെൻറ്റർ ലെഫ്റ്റിൽ നിന്ന് സെൻറ്റർ റൈറ്റിലേക്ക് ഇന്ത്യയെ നയിച്ചത് PM മൻമോഹൻ സിംഗ്, അല്ലെങ്കിൽ അന്നത്തെ ഫിനാൻസ് മിനിസ്റ്ററും പിന്നീട് PM ആയ മൻമോഹൻ സിംഗ് ആണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് നമുക്ക് പറയാം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം അതായിരുന്നു. അദ്ദേഹം നല്ല രാഷ്ട്രീയക്കാരനായിരുന്നു? ഒരിക്കലുമല്ല. അദ്ദേഹം ഒരു മോശം രാഷ്ട്രീയക്കാരനായിരുന്നു. ഇലക്ഷന് ജയിക്കാൻ വളരെ ബുദ്ധിമുട്ടുന്ന, അല്ലെങ്കിൽ ഇലക്ഷനിൽ ആദ്യകാലത്തൊന്നും ജയിച്ചിട്ടില്ലാത്ത, രാജ്യസഭയിൽ നിന്ന് സ്ഥിരം തിരഞ്ഞെടുക്കപ്പെട്ട, കക്ഷി രാഷ്ട്രീയത്തിന്റെ സങ്കുചിതമായ കള്ളികൾക്കപ്പുറം നിന്ന് രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ചിന്തിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം. ഒരു ചീത്ത രാഷ്ട്രീയക്കാരനായിരുന്നു നമുക്ക് പറയാം. പക്ഷെ നല്ല ഇന്ത്യക്കാരനായിരുന്നു, വലിയ രാഷ്ട്രതന്ത്രജ്ഞനായിരുന്നു. ഈ നല്ല രാഷ്ട്രീയക്കാരനല്ലാത്തതാണ്, അല്ലെങ്കിൽ ഒരു ചീത്ത രാഷ്ട്രീയക്കാരനായതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ. കാരണം ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയമോ അല്ലെങ്കിൽ പ്രത്യേക കള്ളികളുടെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ സ്ഥാപിത താല്പര്യങ്ങളുടെ രാഷ്ട്രീയമോ എല്ലാവരെയും കളം വെച്ച് നോക്കുന്ന രാഷ്ട്രീയത്തിനോ അപ്പുറം രാജ്യത്തിന്റെ പൊതു താല്പര്യം എന്താണ്, സാമ്പത്തിക രംഗം എങ്ങനെ അഭിവൃദ്ധിപ്പെടാൻ തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്തു. കണക്കുകൾ വെച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹം പ്രധാനമന്ത്രിയായ കാലത്ത് അടക്കമുള്ള കണക്കുകൾ എടുത്ത് പറയുകയാണെങ്കിൽ ഏകദേശം 37% ദാരിദ്ര്യരേഖ നമുക്കുണ്ടായിരുന്നു. 37% നമ്മുടെ രാജ്യത്ത് ജനങ്ങൾ പോവർട്ടിയിലായിരുന്നു. 2002 തുടക്കകാലത്ത്, 2000-2005 കാലഘട്ടങ്ങളിൽ, ഏകദേശം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിന് ശേഷം അത് 22 കുറഞ്ഞു. അതായത് 15% ആൾക്കാരെ ദാരിദ്ര്യരേഖയിൽ നിന്ന് മിഡിൽ ക്ലാസ്സിലേക്കോ അല്ലെങ്കിൽ ലോവർ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്സിലേക്കൊക്കെ ഉയർത്താൻ കഴിഞ്ഞു, അല്ലെങ്കിൽ ദാരിദ്ര്യരേഖയുടെ ബ്രാക്കറ്റിൽ നിന്ന് വെളിയിലെത്തിക്കാൻ കഴിഞ്ഞു നമുക്ക് കാണാം. ഇന്ത്യൻ മിഡിൽ ക്ലാസ് ഇത്ര സമ്പന്നമായതും, നമ്മുടെ മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു 35-40 കോടി ജനങ്ങൾ വരും ഇന്ത്യയിലെ മിഡിൽ ക്ലാസ്. അത് അമേരിക്കയുടെ ടോട്ടൽ ജനസംഖ്യയേക്കാൾ വലിയൊരു മാർക്കറ്റാണ്. അപ്പോൾ ആ മാർക്കറ്റിന്റെ പോസിബിലിറ്റീസ് അത് ആവശ്യവുമാണ്. അല്ലാതെ തീവ്ര ലെഫ്റ്റിസ്റ്റുകളും തീവ്ര കമ്മ്യൂണിസ്റ്റുകാരും പറയുന്ന പോലെ മാർക്കറ്റിന്റെ പോസിബിലിറ്റീസ് ഒന്നും നോക്കണം എന്നുള്ളതല്ല. മാർക്കറ്റാണ് പലപ്പോഴും ലോകത്തെ നയിക്കുന്നത്. മാർക്കറ്റും വേണം, എന്നാൽ നമുക്ക് ദേശീയതയും വേണം, നമുക്ക് നമ്മുടേതായ സ്പേസും വേണം. ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു ബ്ലെൻഡാണ് ആധുനിക ലോകം ആവശ്യപ്പെടുന്നത്. അപ്പോൾ ആ മാർക്കറ്റിന്റെ അനന്തമായ പോസിബിലിറ്റീസ് വരികയും, എന്നാൽ റിഫോംസ് വിത്ത് എ ഹ്യൂമൻ ഫേസ്, മനുഷ്യമുഖത്തോടു കൂടിയുള്ള റിഫോംസ് എന്ന മഹത്തരമായ ആശയം മുമ്പോട്ട് വെക്കാനാണ് മൻമോഹൻ സിംഗ് ജിക്ക് കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ
വിയോഗം. അദ്ദേഹം എന്താ പറയണേ, ബarack ഒബാമയൊക്കെ പറയുന്നുണ്ട് ലോകത്തിൽ മൻമോഹൻ സിംഗ് സംസാരിക്കുമ്പോൾ ലോകരാജ്യങ്ങൾ ശ്രദ്ധിക്കുന്നു, എക്കണോമിക്സിൽ അദ്ദേഹം പറയുന്നത് ലോകം ശ്രദ്ധിക്കണമെന്ന്. ഐറണി എന്ന് പറഞ്ഞാൽ, അതിൻ്റെ കൗതുകം എന്ന് പറഞ്ഞാൽ, മൻമോഹൻ സിംഗിന്റെ പോളിസീസ് കാരണമാണ് നമ്മളടക്കമുള്ള മിഡിൽ ക്ലാസ്സുകാർ അഭിവൃദ്ധിപ്പെട്ടത്. ഇതേ മിഡിൽ ക്ലാസ്സുകാരാണ് 2014 അദ്ദേഹത്തിനെതിരെ വോട്ട് ചെയ്തത്. അതിൻ്റെ ഒരു കാരണവും മൻമോഹൻ സിംഗ് വേഴ്സസ് പ്രണബ് കുമാർ മുഖർജി, ആരെ പ്രധാനമന്ത്രിയാക്കണമെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പം കോൺഗ്രസിലെ റൈറ്റ് ലീനിങ് സ്പേസ് ആണ്, അല്ലെങ്കിൽ സാംസ്കാരികപരമായ കൾച്ചറലായ റൈറ്റ് ലീനിങ് സ്പേസ് ആണ് പ്രണബ് കുമാർ മുഖർജി അടക്കമുള്ളവരുണ്ടാകുന്നത്. മൻമോഹൻ സിംഗ് ഒരു സിഖ് പ്രധാനമന്ത്രിയാണ്. കോൺഗ്രസിലെ സോഫ്റ്റ് റൈറ്റ് ഹിന്ദു ബ്രാഹ്മിൺ സ്പേസ് ആണ് പ്രണബ് കുമാർ മുഖർജി ഉൾക്കൊള്ളുന്നത്. കുറച്ചുകൂടെ പൊളിറ്റിക്കലി ആക്റ്റീവ് സ്പേസ് ആണ്. ആ സ്പേസ് കോൺഗ്രസ് വേണ്ട രീതിയിൽ ഉപയോഗിക്കാതെ മാറ്റിവെച്ചു, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ അതിനെ ശക്തിപ്പെടുത്തിയില്ല. അങ്ങനെയാണ് നരേന്ദ്രമോദിക്കടക്കം വലിയൊരു സ്പേസ് നടന്ന് കയറാൻ, അല്ലെങ്കിൽ ഓടിക്കയറാൻ കിട്ടുന്നത്. അപ്പം മൻമോഹൻ സിംഗ് ജിയെ ഓർക്കുമ്പോൾ നമ്മൾ ഓർക്കുന്നത് ഒരു ചീത്ത രാഷ്ട്രീയക്കാരനായി, എന്നാൽ ഒരു മഹാനായ രാഷ്ട്രതന്ത്രജ്ഞനായി, ഭാരതത്തിന്റെ വലിയ പുത്രനായി, ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച പ്രധാനമന്ത്രിമാരിൽ ഒരാളായി, ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച സംശയത്തിന് അതീതമായി ഏറ്റവും മികച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനായി, ഇന്ത്യ കണ്ട ഏറ്റവും മഹാനായ ധിഷണാശാലിയായ വിത്ത് മന്ത്രി അല്ലെങ്കിൽ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടാണ്. അപ്പോൾ ആ മഹാനായ മൻമോഹൻ സിംഗ് ജിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിക്കുന്നു. അതേപോലെ ഒരുപാട് നിസ്വാർത്ഥരായ, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ, രാഷ്ട്രീയക്കാരല്ലാത്ത നല്ല രാഷ്ട്രതന്ത്രജ്ഞർ, രാഷ്ട്ര നിർമ്മാതാക്കൾ ഉണ്ടാകട്ടെ. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നമ്മളെ എല്ലാം ഇൻസ്പയർ ചെയ്യട്ടെ. ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പോസിറ്റീവ് കമന്റ് ആകാം, നെഗറ്റീവ് കമന്റ് ആകാം, ഫീഡ്ബാക്ക് ആകാം, ഫീഡ് ഫോർവേഡ് ആകാം. നിങ്ങളുടെ എല്ലാ കമന്റ്സും ഇരുന്ന് ഞാൻ വായിക്കുകയുണ്ടാവും. അതെനിക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ അങ്ങനെ തരുന്ന പ്രോത്സാഹനവും ഉത്തേജനവും കൂടുതൽ സമയം വീഡിയോ ക്രിയേഷനും ലോകത്ത് ഇൻഫർമേഷനും പബ്ലിക് പോളിസിയെ കുറിച്ചുള്ള കാര്യങ്ങൾ പകരാനും റേഡിയേറ്റ് ചെയ്യാനും എനിക്ക് ഉത്തേജനം നൽകും. എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം. പ്ലീസ് ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ്.